SFIയുടെ വെല്ലുവിളി ഏറ്റെടുത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തെ ഗസ്റ്റ് ഹൌസിൽ താമസിക്കാൻ ഗവർണറുടെ തീരുമാനം. പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കുക. ഈ മാസം 16, 17, 18 തീയതികളിലാണ് ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവുക. യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൌസിൽ നിന്നും സാജിദ് അജ്മൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഗവർണറും SFIയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിനകത്ത് ഗസ്റ്റ് ഹൌസിലേക്ക് താമസിക്കാനായി ഗവർണർ എത്തുന്നത്. ഗവർണർ എന്നത് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ കൂടിയാണ്. നേരത്തെ അദ്ദേഹം കോഴിക്കോട് നഗരത്തിലെ ഗസ്റ്റ് ഹൌസിലാണ്, PWDയുടെ ഗസ്റ്റ് ഹൌസിലാണ് താമസിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ SFI പ്രഖ്യാപിച്ചത് കേരളത്തിലെ ഒരു ക്യാമ്പസിലും ഈ ഗവർണറെ കാലുകുത്തിക്കില്ല എന്ന പ്രഖ്യാപനമായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം ഇങ്ങോട്ട് എത്തുന്നത്. ഈ പലപ്പോഴും ഈ മന്ത്രിമാർക്കെതിരെ, വിദ്യാഭ്യാസ മന്ത്രിമാർക്കെതിരെ ഒക്കെ ഈ രീതിയിൽ സമരം നടന്നിട്ടുണ്ടെങ്കിലും ഈ ഗവർണർക്കെതിരെ ഇത്തരത്തിലുള്ള സമരം അപൂർവമാണ്. ഇതിന് SFIയുടെ ഒരു ന്യായം എന്ന് പറയുന്നത് ഈ സംഘപരിവാർ പ്രവർത്തകരെ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിലേക്കും മറ്റും തിരികെ കയറ്റുകയാണ് ഗവർണർ ചെയ്യുന്നത്. ഇതിന് മുൻപുള്ള ഗവർണർമാരുടെ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയാണ് ഇപ്പോഴത്തെ ഗവർണർ തുടരുന്നത്. അതുകൊണ്ടാണ് ഗവർണർക്കെതിരെ ഈ തെരുവിൽ പ്രതിഷേധിക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യമാണ് ഈ SFI പറയുന്നത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയെയും അതുപോലെ തന്നെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കും ഈ ഉറക്കമില്ലാത്ത രാത്രികൾ എന്ന് പറയാം. കാരണം ഗവർണറുടെ സുരക്ഷ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗവർണർ ഒരു ദിവസം വന്നു പോവുക എന്നുള്ളതല്ല. 16-ാം തീയതിയാണ് ഗവർണർ ഇങ്ങോട്ട് എത്തുക. ഈ കെട്ടിടത്തിലെ 1-ാം നമ്പർ മുറിയിലാണ് ഗവർണർക്കുള്ള താമസം ഒരുക്കിയിരിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട VIP-കൾ വരുമ്പോഴെല്ലാം തന്നെ ഇവിടെയാണ് താമസിക്കുക. 1-ാം നമ്പർ മുറിയിലാണ് താമസിക്കുക. ഈ ഗവർണർ 16-ാം തീയതി രാത്രിയോടുകൂടി ഡൽഹിയിൽ നിന്ന് വിമാനമാർഗം കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുകയും നേരെ ഈ ഗസ്റ്റ് ഹൌസിലേക്ക് എത്തുകയും ചെയ്യും. പിന്നീട് 17-ാം തീയതി അദ്ദേഹത്തിന് ചില സ്വകാര്യ പരിപാടികളുണ്ട്. അദ്ദേഹം ഈ കോഴിക്കോടുള്ള സ്വകാര്യ പരിപാടികൾക്കായാണ് വരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടത് സാദിഖ് അലി തങ്ങളുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കുകയാണ്. ഇതുകൂടാതെ കോഴിക്കോട് നഗരത്തിൽ ചില പരിപാടികളുണ്ട്. 18-ാം തീയതി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ നടക്കുന്ന ഒരു സെമിനാറിലും ഗവർണർ പങ്കെടുക്കും. ഇതിൽ അദ്ദേഹം ഇവിടെ താമസിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ പ്രശ്നമാണ് അദ്ദേഹം പുറത്തു പോയി തിരികെ വരുമ്പോൾ. അതുകൊണ്ട് തന്നെ വലിയൊരു പോലീസ് സന്നാഹം തന്നെ വേണ്ടിവരും. ഇപ്പോൾ SFI ആണ് ഈ രീതിയിൽ ഈ സമരം പ്രഖ്യാപിച്ചതെങ്കിൽ KSU, MSF, ഫ്രട്ടേണിറ്റി തുടങ്ങി ഈ മിക്ക വിദ്യാർത്ഥി സംഘടനകൾക്കും വലിയ സ്വാധീനം ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും ഈ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെല്ലാം തന്നെ ഉണ്ട്. വലിയ സുരക്ഷയാണ്. നമ്മൾ തിരുവനന്തപുരത്ത് നേരത്തെ കണ്ടതാണ്. ഈ കരിങ്കൊടി കാണിച്ചവർക്ക് നേരെ അദ്ദേഹം വെല്ലുവിളിച്ചുകൊണ്ട് പുറത്തിറങ്ങുകയാണ്. അത്തരമൊരു സാഹചര്യം എല്ലാം ഉണ്ടെങ്കിൽ അത് വലിയ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് വലിയ ജാഗ്രത പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. SFIയും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഗവർണറും SFIക്ക് എതിരെ ഉറച്ചു നിൽക്കുന്നു. സുരക്ഷയാണ് പോലീസിന് ഒരുക്കേണ്ടി വരിക. സാജിദ് അജ്മൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്.